നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തീർച്ചയായിട്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നോർമലി നമ്മൾ സൺഡേസിലുള്ളത് ഹെയർ കെയർ റുട്ടീൻ വീഡിയോസ് ആണ്. അപ്പോൾ നമ്മൾ ഹെയർ കെയർ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ തൊട്ട് കാണുന്ന ഒരു റെഡ് കളർ ബട്ടൺ ആണ് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണാം. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഹാപ്പിബീഡ്സ്റ്റീവിയുടെ വ്ലോഗ്സ് ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നോർമലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. വീട്ടിൽ തന്നെയുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഹെയർ കെയർ റുട്ടീൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയർ പാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാക്ക് നമുക്ക് ആപ്റ്റ് ആയത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാക്ക് അത് തന്നെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്, അതുമല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക്. കാരണം നോർമലി ഞാൻ എല്ലാ സൺഡേസിലും വ്യത്യസ്തകരമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ പാക്കുകളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതും 100% റിസൾട്ട് ഇതിന് ഉറപ്പുള്ളതാണ്. ഇപ്പൊ ആരെങ്കിലും എന്റെ ഹെയർ കട്ടിങ് ചെയ്ത് കണ്ടിട്ട് എന്റെ ഹെയർ കെയർ ആദ്യമായിട്ട് കാണുന്ന ഒരു ആൾക്കാരാണ് ചോദിക്കുക, ഈ കുട്ടിക്ക് എന്ത് ഹെയർ ഉണ്ടായിട്ടാണ് ഈ ഹെയർ കെയർ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എന്റെ ഹെയർ കെയർ കട്ട് ചെയ്ത് കളഞ്ഞാന്നുള്ള കാര്യം അറിയണമെങ്കിൽ തൊട്ട് കാര്യം നമ്മളുടെ വീഡിയോസ് എന്തായാലും ചെക്ക് ചെയ്യട്ടോ. നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഹെയർ കെയർ പാക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഹെയർ ഗ്രോത്ത് ഇരട്ടിയായിട്ട് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ നന്നായിട്ട് നമ്മളുടെ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാവുന്നതിനൊക്കെ കുറയ്ക്കുകയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് ഹെയർ ഉണ്ടാവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹെയർ കെയർ പാക്കാണ്. അപ്പൊ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ഹെയറിൽ ഒരു മാജിക് എഫക്റ്റ് തരാൻ സഹായിക്കുന്ന വളരെ നമ്മുടെ വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒന്നാണ് സവാള. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തല നരയ്ക്കുന്നത് തടയുന്നു, അതുപോലെ തന്നെ നന്നായിട്ടൊരു ഷൈനിങ് ആയിട്ട് നമ്മുടെ ഹെയർ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫാൾ മാറ്റിയിട്ട് നന്നായിട്ട് വോളിയം നൽകാനായിട്ട് സഹായിക്കും, ഒപ്പം ഡാൻഡ്രഫ് മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഉള്ളി. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്, അതായത് ഉരുളക്കിഴങ്ങ്. അതൊരു മീഡിയം സൈസ് പൊട്ടാറ്റോ നമ്മൾ എടുത്തിരിക്കുന്നു. പൊട്ടാറ്റോ ജ്യൂസിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഹെയർ ക്ലെൻസ് ആവാനായിട്ട് സഹായിക്കുന്നു, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു, നമ്മുടെ ഹെയർ കണ്ടീഷൻ ചെയ്യും, തിളക്കമായിട്ട് നിലനിർത്താനും സഹായിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നട്ട്മഗ് ആണ്, അതായത് ജാതിക്ക എന്ന് പറയും. അപ്പോൾ ഞാനിതൊരു വലുതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഹെയറിൻ്റെ വോളിയം അനുസരിച്ച് കൂട്ടി എടുക്കാവുന്നതാണ്, ഒരു വലുത് എടുക്കാവുന്നതാണ്. ജാതിക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് ഞാൻ മുമ്പൊരു റെമഡിയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതുപോലെ തന്നെ ആക്നെയ്ക്കും എതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മളുടെ നട്ട്മഗ് അഥവാ ജാതിക്ക. ഇത് അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ജാതിക്ക. അപ്പോൾ ഇവിടെ നമുക്ക് ഹെയർ ഗ്രോത്ത്, അതായത് നമ്മളുടെ ഹെയറിൻ്റെ വോളി അനുസരിച്ച് എടുക്കാം. എനിക്കിപ്പോൾ അധികം ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ജാതിക്ക കുരുവിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നമ്മളുടെ നല്ല നീളമുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ 1 or 2 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങയാണ്. പകുതി നാരങ്ങയുടെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാനും അതുപോലെ ഡാൻഡ്രഫ് പോകാനായും ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇൻ കേസ് നമ്മൾ ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു അര കപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് നട്ട്മഗും അതുപോലെ തന്നെ പൊട്ടറ്റോയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി നുറുക്കിയതാണ്, അതുപോലെ തന്നെ തൊലി നമ്മൾ റിമൂവ് ചെയ്തതുമാണ് പൊട്ടറ്റോയുടെ. ഇനി നെക്സ്റ്റ് നാരങ്ങ അരമുറി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. മറ്റ് വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഓൾറെഡി ഉള്ളിയിൽ നന്നായിട്ട് വെള്ളമുള്ളുണ്ട്, അതിനകത്ത് ഉണ്ടാവും. ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇത് അരിച്ചൊന്നും എടുക്കണ്ട, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, മുടിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് മുടി ഏറെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടിയുടെ ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളയുക. അതിന് ശേഷം ഇതുപോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം പുരട്ടി കൊടുക്കുക. സ്കാൽപ്പിൽ നന്നായിട്ട് പരട്ടിയതിന് ശേഷം നമ്മളുടെ ഹെയറിൽ മൊത്തം പുരട്ടുക. അതിന് ശേഷം മിനിമം ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മുടെ ഹെയറിൽ വെക്കാൻ നോക്കുക. അതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിയൊക്കെയാണ് തലനീരിറക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെറുകയിൽ ഇത്തിരി നമ്മളുടെ രാസനാദിപ്പൊടി ഇടാനായിട്ട് മറക്കരുത്. കുളി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ തീർച്ചയായിട്ടും രാസനാദിപ്പൊടി തലയിൽ നെറുകയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ജലദോഷമൊന്നും പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് കാര്യമാവും. അപ്പോൾ ഞാനത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാൻ പോവുക. വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് ഹെയറിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാഷ് ചെയ്യാൻ നോക്കുക. ബാത്റൂമിലൊക്കെയാണ് നിറയെ വീഴും. ജസ്റ്റ് ആദ്യം നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് കൊട്ടി കളയുക.
ഇല്ലെന്നുണ്ടെങ്കിൽ ഹെയറിൽ അവിടെ ഇട്ടായിട്ട് ഇരിക്കും. അതിനുശേഷം നന്നായിട്ട് ഹെയറിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഹെയർ കെയർ ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഹെയർ കെയർ പാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഷാമ്പു വാഷ് ചെയ്യരുത്. എന്നിട്ട് പലരും ചോദിക്കാറുണ്ട് വീഡിയോ കുറഞ്ഞ ഷാമ്പു അതൊന്നൊക്കെ യൂസ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഏറ്റവും പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താലാണ് നമ്മൾ എന്താണോ ഹെയറിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ല ഹെയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ അന്ന് അത് ലീവ് ചെയ്യുക. അങ്ങനെ തന്നെ ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ നോർമൽ ഷാമ്പു വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ആ ദിവസം നമ്മൾ നോർമൽ ഒന്നെങ്കിലും വാട്ടറിൽ തന്നെ വാഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർപ്പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതപ്പോഴാണ് നമുക്ക് ആ ഒരു എക്സാക്ട് റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അത് മറക്കാണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കത്തിട്ടെ ഇനി. അപ്പോ എന്തായാലും നമ്മൾ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് നമ്മുടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത എപ്പിസോഡ് നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എന്തൊക്കെ വീഡിയോ ആണ് ആവശ്യമുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്ന വീഡിയോസ് ഒക്കെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ